കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയും ഭർത്താവും ആത്മഹത്യ ചെയ്തൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പല സംഭവങ്ങൾ, അതായത് ആൾക്കാരുടേതായ രീതിയിൽ പല കാര്യങ്ങൾ, ആൾക്കാർ കഥകൾ ചമച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥ വസ്തുത എന്നറിയാമോ? തീർച്ചയായും കൊല്ലം ആയൂരിലാണ് നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കടയുടമയും അതോടൊപ്പം അവിടുത്തെ വനിതാ സ്റ്റാഫായിട്ടുള്ള ഒരു യുവതിയും കൂടി ഒരുമിച്ച് തൂങ്ങി മരിച്ചത്. അതായത് അതിന് മുൻപേ ഉള്ള ദിവസം ഇവർ രണ്ടുപേരും വീട്ടിലെത്തിയിരുന്നില്ല. ഇയാൾ മലപ്പുറം സ്വദേശിയാണ്, അതോടൊപ്പം തന്നെ ഈ യുവതി വീട്ടിലെത്തിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുതലാളിയോടൊപ്പം കോയമ്പത്തൂരിലും മുംബൈയിലും ഒക്കെ വസ്ത്രം വാങ്ങാൻ പോകുന്നത് ഇവർ ഒരുമിച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിവ്യമോൾ എന്നാണ് പേര്. ദിവ്യമോൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയില്ല. അപ്പോൾ പല ദിവസങ്ങളിലും ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത് കൊണ്ട് വീട്ടുകാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. 2 പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. അപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങാൻ പോയിരുന്നതെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത്. എന്നാൽ രാവിലെ ഷോപ്പിലെത്തിയ മറ്റ് ജീവനക്കാർ ഷോപ്പ് അടച്ചിട്ടതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് അകത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിൽ 2 പേരെയും കണ്ടെത്തിയത്. ചടയമംഗലം പോലീസാണ് ഇപ്പോൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച ദിവ്യ 2 പെൺകുട്ടികളുടെ മാതാവാണ്. അവളുടെ ഹസ്ബൻഡ് ചെടിച്ചട്ടി അല്ലെങ്കിൽ ചെടികൾ വിൽക്കുന്ന ഒരു കടയിലെ ജീവനക്കാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നതായി മറ്റ് ജീവനക്കാർ പറയുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് സ്വദേശി 1 വർഷമായിട്ട് ഇവിടെ തുണിക്കട നടത്തി വരികയാണ്. അതിന് 1 വർഷമായിട്ടുള്ള പരിചയമാണ്. അവിടെ ജോലിക്ക് കയറിയതായിരുന്നു ദിവ്യമോൾ. അപ്പോൾ ഈ വനിതാ സ്റ്റാഫും അതോടൊപ്പം തന്നെ മുതലാളിയും ഒരുമിച്ച് തൂങ്ങിയതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ ഒരുമിച്ച് യാത്രകൾ, അതായത് ഈ വ്യവസായ ആവശ്യത്തിന് ഇവരുടെ തുണി എടുക്കുന്നതിനും മറ്റുമൊക്കെ മുംബൈയിലാണ്, ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ സ്വാഭാവികമായി ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിന്നീട് എന്തോ ഇയാൾ വിവാഹിതനാണോ എന്ന കാര്യം, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഒരുപക്ഷെ ഇവർ വലിയ രീതിയിൽ പ്രണയം കൂടിയപ്പോൾ കുടുംബത്തെയൊക്കെ ഓർത്തിട്ട് ഒരുപക്ഷെ ഈ ദിവ്യമോളും ഇയാളും കൂടെ ചേർന്ന് ആത്മഹത്യ ചെയ്തതാവാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അല്ലാതെ മറ്റ് കൊലപാതക സാധ്യത അതൊക്കെ പോലീസ് തള്ളിക്കളയുകയാണ്. ഏതായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഓരോ ബന്ധങ്ങൾ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തുന്നതിൻ്റെ ഒരുപാട് സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പരിചയപ്പെടുന്നവർ പിന്നീട് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പറയാതെ പോയത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോൾ പറയുകയും, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ്. വാട്സാപ്പ് ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ണൂരിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അത് ബിൻചേട്ടന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതായത് കണ്ണൂരിൽ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ലേഡി, അവരുടെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അവർ ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോകുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയപ്പം അവിടെ ഒരു ആള് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, 40 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് പഠിച്ചപ്പോൾ അവർ തമ്മിൽ അന്ന് പഴയ കാലത്തെ അവരുടെ സ്കൂൾ ജീവിത കാലഘട്ടമൊക്കെ ഓർമ്മിക്കുന്നു. പിന്നീട് അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുമില്ല, പക്ഷേ ഈ പറഞ്ഞ ലേഡി ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭർത്താവ് 2 മക്കളുമുണ്ട്. അപ്പോൾ അവർ ഇഷ്ടത്തിലാകുന്നു. ഇപ്പോൾ ഈ ലേഡിക്ക് ഒരു പുതിയ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നീട് ഈ പറഞ്ഞ സുഹൃത്ത് വീട് പണിയും കാര്യങ്ങളെല്ലാം നോക്കുന്നു. അതിനിടയിൽ ഈ ലേഡിയുടെ ഭർത്താവ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ എന്തോ രസകരമല്ലാത്തൊരു ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അതിനിടയിൽ അദ്ദേഹം ഈ പറഞ്ഞ, അതായത് ഈ കാമുകൻ, ഇവരുടെ കാമുകനുമായിട്ട് ചെറിയ വാക്തർക്കും കാര്യങ്ങളൊക്കെ ആകുന്നു. അതിനുശേഷം ഈ ലേഡിയും ഈ കാമുകനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ വെടിവെച്ചുള്ള സന്തോഷം കണ്ടാണ് പേര് വെടിവെച്ച് കൊന്നൊരു സംഭവം. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഒരു ഭാര്യ ഇത്രയും വർഷക്കാലം അയാളുടെ കൂടെ ജീവിച്ച അയാളുടെ മക്കളെയും നോക്കി, അവർക്ക് സ്വന്തമായിട്ട് 2 മക്കൾ, വലിയ മക്കൾ ഉള്ള ഒരു ലേഡി. മാത്രമല്ല അവർ BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അതായത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ മാതൃകയാകേണ്ട ഒരാൾ. സാധാരണ രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ നമ്മൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ആളെന്നാണല്ലോ ഒരു പൊതുപ്രവർത്തകനെ കുറിച്ച് നമ്മൾ പറയാം. അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്, ജീവിതത്തിൽ അങ്ങനെ. പക്ഷേ ഒരു കൊലപാതകത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഒരു പ്രണയബന്ധം, ബിൻചേട്ടൻ ആ ഒരു കാര്യം ഇൻസിഡൻറ്റ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ വരും, എല്ലായിടത്തും ഉണ്ടാകും ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ഒരുത്തിയോ കല്യാണം കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവൻ്റെ കഥനകഥകൾ കേൾക്കലായി. അപ്പോൾ അതിലേതെങ്കിലും ഒരാൾ ഒരു സഹതാപം പോലെ അവരുമായിട്ട് കമ്പനിയാകും. പിന്നീട് ആ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ തരത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതും അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ അപകടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോകരുത്. കാരണം ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ സുഹൃത്തുക്കൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായേക്കാം. ഇപ്പം ഭാര്യയും ഭർത്താവും
ഒരുമിച്ച് താമസിക്കുമ്പോഴും ചിലപ്പോൾ ഒരു കൂടുതൽ സമയം സഹകരിക്കുന്നത്, ഇപ്പോൾ ടെക്സ്റ്റൈൽ ആയതുകൊണ്ട് ഒരു പക്ഷേ ഇവർ തമ്മിൽ ഒരുപാട് സമയം ഒന്നിച്ച് സഹകരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് അവർ റിലേഷനിൽ പോകുന്ന പലരും ഉണ്ടാവാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളോളം സംരക്ഷിച്ച ഭർത്താവിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ തൻ്റെ മക്കളെ പ്രസവിച്ച സ്വന്തം ഭാര്യയെ കൊന്നിട്ട് വേറെ പെൺകുട്ടിയുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഇവർ അങ്ങ് പോകണം, അല്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തരുതെന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ എന്നും അത് പേറി ജീവിക്കേണ്ടി വരും. ആ 2 പെൺകുട്ടികളാണ്. അപ്പോൾ തങ്ങളുടെ അമ്മ ഇത്തരത്തിൽ മറ്റൊരാളോടൊപ്പം ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള റിലേഷനുകൾ ഒരു പരിധിക്കപ്പുറം പോകുമ്പോഴാണ് അത് ടോക്സിക്കായി മാറുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എത്ര കുടുംബങ്ങളെ ആയിരിക്കും ബാധിക്കുക. ഇപ്പോൾ ഇയാളുടെ കുടുംബത്തെ ബാധിച്ചു, ഇവരുടെ കുടുംബത്തെ ബാധിച്ചു, അതോടൊപ്പം തന്നെ മറ്റ് ഇവരുടെ റിലേറ്റീവ്സിനും ഒക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നില്ലേ. കാരണം ഈ ഡെഡ് ബോഡി പോലും ഒരുപക്ഷെ വാങ്ങാൻ ഇവരറയ്ക്കും. കാരണം ഈ ഒരു രീതിയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് മുമ്പ് ഞാൻ എവിടെ വായിച്ചതാണ്, ഞങ്ങൾക്ക് അയാളുടെ ഡെഡ് ബോഡി പോലും വേണ്ട എന്നൊരു ഭാര്യ പറയുന്നു. കാരണം ഇത്തരത്തിൽ മറ്റൊരു പെൺകുട്ടിയുമായി പോയി ആത്മഹത്യ ചെയ്യുകയോ അങ്ങനെ എന്തോ ചെയ്ത ഒരു സംഭവത്തിൽ ആ ഡെഡ് ബോഡി വാങ്ങാൻ അവർ വന്നില്ല, ബന്ധുക്കളാരും വന്നില്ല. അപ്പം ഒരു മരണത്തിന് പോലും നമുക്കറിയാം ഈ ഒരു മനുഷ്യൻ എത്ര ക്രൂരനാണെങ്കിലും അയാളെ മരണം വരുമ്പോൾ അയാളെല്ലാവരും വാതോരാതെ പുകഴ്ത്തും. പക്ഷേ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന മരണമാകുമ്പോൾ ആരും ഒരു സെൻറ്റിമെൻറ്റ്സും ആ ഡെഡ് ബോഡിയോട് പോലും കാണിക്കില്ല, ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എപ്പോഴും അത് അപകടത്തിൽ ചെന്ന് ചാടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇവർക്ക് പ്രണയം വളരെ തീവ്രമായി മാറുകയും പിരിയാനാകാത്ത വിധത്തിലാവുകയും ചെയ്തപ്പോൾ ഈ ദിവ്യമോളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ ഉപേക്ഷിച്ച് ഇയാളോടൊപ്പം പോകാനുള്ള മനസ്സില്ല. ഇയാൾ ഒരുപക്ഷെ ഇതിനകത്ത് അത്രയധികം പ്രണയത്തിൽ അകപ്പെട്ടിരിക്കാം. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് പകരം ഒരുമിച്ച് മരിക്കാം, പിന്നൊന്നും അറിയണ്ടല്ലോ എന്ന രീതിയിൽ സംഭവിച്ചതായിരിക്കാം. പോലീസ് എന്തായാലും ഇത് കണ്ടെത്തട്ടെ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചടയമംഗലം പോലീസാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. എന്തായാലും അതിൻ്റെ വസ്തുതകൾ വരും ദിവസങ്ങളിലൊക്കെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് എന്തായാലും സ്വാഭാവികമായിട്ടും ഇത് പ്രണയം എന്നതിനപ്പുറത്തേക്ക്, കാരണം ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ആകുമ്പോൾ അതിനകത്ത് വല്ല സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ചതിവ് പറ്റിയിട്ടുണ്ടോ, ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത സമയത്ത് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ ഈ പരിശോധനകളെല്ലാം നടത്തണമെങ്കിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താൽ മാത്രം പോരാ. ഇവരുടെ കുടുംബക്കാരെങ്കിലും കൃത്യമായിട്ട് ഇതിൽ വിശദമായ പരിശോധന നടത്തണം, ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് കണ്ടെത്തണം എന്നുള്ള ഒരു പരാതി കൂടെ കൊടുത്താൽ മാത്രമേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം പോലീസ് ഇത് പ്രണയമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വന്ന സിറ്റുവേഷനിൽ അവർ ഒരുമിച്ച് മരിച്ചു എന്ന രീതിയിൽ പറഞ്ഞിട്ട് ആ കേസ് ക്ലോസ് ചെയ്യാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരു കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്നോ ഒരു പരാതി വന്നാൽ മാത്രമേ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.